ഇതാണ് മാമലക്കുന്ന് ഗ്രാമം. കാട്ടാനയെ വാരിക്കുഴിയിൽ വീഴ്ത്തി നാട്ടാനയാക്കി മാറ്റുന്ന ഗ്രാമം. ഇന്ന് ഈ ഗ്രാമത്തിൽ ഒരു വിശേഷമുണ്ട്. വാരിക്കുഴിയിൽ ഒരു കാട്ടാന വീണിരിക്കുകയാണ്. ശേഷം സ്ക്രീനിൽ. പിന്നെ ഒരു കാര്യം, ദൈവത്തെ ഓർത്ത് ആരും ലോജിക്ക് നോക്കരുതേ. നമസ്കാരം പ്രിയപ്പെട്ട നാട്ടുകാരെ, അങ്ങനെ ഈ മെമ്പർ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഞാൻ ആ ആനയെ വീഴ്ച കഴിഞ്ഞു. ഈജേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇനി വാഴ വെക്കണം, കാച്ചിൽ വെക്കണം, കപ്പ വെക്കണം, ഇനി എല്ലാം കൊലയ്ക്ക് ഒരു പ്രശ്നമില്ല. ആന വീണു. പിന്നെ അളിയ ജീവ, നീ ഇനി വാഴ വെക്കണം, കാച്ചിൽ വെക്കണം, കപ്പ വെക്കണം, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മൊത്തം അങ്ങോട്ട് കളയും. ആനയാണോ? ഞാൻ. കാരണം നീ മാത്രം ഈ പഞ്ചായത്തിൽ എനിക്ക് ഒരു തരി വോട്ട് പോലും തന്നിട്ടില്ല. നല്ല സങ്കടമുണ്ട് എനിക്ക്, നല്ല സങ്കടം. പക്ഷേ ഞാനിന്ന് ഹാപ്പിയാണ്. കാരണം ഞങ്ങളുടെ ആനയെ വീണു. ഞാൻ ജസ്റ്റ് ഒന്ന് ആനയെ കണ്ടുവരാം. ഷീജ വെയിറ്റ്. എടാ ആനെ, നീ ഈ നാട്ടിലെ എല്ലാവരുടെയും വീട്ടിലെ സാധനം മൊത്തം കൊണ്ടുപോയി. ഞാനത് പോട്ടേന്ന് വെച്ച്. പക്ഷേ എന്തിനാടാ എന്റെ അയ്യയിൽ ഞാൻ ഉണക്കാൻ വെച്ച എന്റെ അണ്ടർവെയർ നീ കൊണ്ടുപോയത്? അതുകൊണ്ട് നിനക്ക് എന്താണ് ഗുണം? എനിക്കറിയാൻ പാടില്ല. ചോദിക്കുക, നിനക്ക് ഇനി ഉത്തരവില്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം നീ കുഴിയിൽ അങ്ങോട്ട് കടക്ക്. കാരണം എനിക്ക് എന്റെ റിവഞ്ച് അങ്ങ് നിന്നോടങ്ങ് തീർക്കാലോ. ഹലോ സാറേ, സാർ അങ്ങനത്തെ വർത്താൻ എന്നോട് പറയരുത്. ഈ കാട്ടിലെ മൂങ്ങ വരെ കിടന്നുറങ്ങിയിട്ടാണ് സാറേ ഞാൻ കിടന്നുറങ്ങണത്. അതെന്താണ് സാർ അങ്ങനെ പറയുന്നത്? സാറേ, സാറിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ആന കുഴിയോട് ചോട്ടി നിന്നപ്പോൾ ഞാൻ ചന്തി കൊണ്ട് തട്ടി താഴ്ത്തിട്ടതാണ്. ഞാൻ ഇതിൽ നിരപരാധിയാണ് സാറേ. പ്രശാന്ത് സാർ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. ആ പ്രശാന്ത് സാറിനെ ഞാൻ കണ്ടിട്ട് വരാം. ആ, എല്ലാ നാട്ടുകാരും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റിൽ പറയേണ്ട ആനേനെ കുഴി വീഴ്ത്തരുത്. കുഴി കുഴിച്ചവനും ആനേനെ വീഴ്ത്തവനും കണ്ടു നിന്നവരൊക്കെ പെടും. കോടതിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ആന എവിടെയാ കിടക്കണത്? താൻ്റെ അവിടെ. അയ്യോ, നല്ലൊരു ആന. ആന എന്നാ നോക്കുക? ആനയ്ക്ക് മതം ഉണ്ടോ നോക്കുക. ആനയുടെ കഴുത്തിൽ കൊന്തയോ പൂണൂലോ അങ്ങനെ എന്തേലും ഉണ്ടോ നോക്കിക്കേ. അങ്ങനെ ഒന്നും കാണുന്നില്ല. അപ്പൊ ആനയ്ക്ക് മതമില്ല. അപ്പൊ ആനയ്ക്ക് മതയില്ല. അപ്പൊ അതൊക്കെ പോട്ടെ സാറേ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു തലമൂത്തൊരു സാറില്ലായിരുന്നോ, പ്രശാന്ത് സാറ്? പുള്ളിക്കാരൻ എന്തിയെ? ഈ ആന ഇവിടെ വീണെന്നിറങ്ങി ആദ്യം അവിടെ നിന്ന് പുറപ്പെട്ട പ്രശാന്ത് സാറാ. പുള്ളി ഇവിടെ എത്തിയില്ലേ? ഇവിടെ എത്തിയില്ല. വല്ല കാക്കോത്തി കൊണ്ടുപോയോ? അല്ല, കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരൻ ഒരു സസ്പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്തുവായിരുന്നു സംഭവം? എന്റെ പൊന്നെ, പുള്ളിക്ക് ഭയങ്കര ദേഷ്യം. പുള്ളി ഒരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ ഒരു മയിൽ ഇങ്ങനെ പീലി വിടർത്തിക്കൊണ്ടിരിക്കണം. പുള്ളി അത് കണ്ട് നാട്ടുകാരോട് ചെന്ന് പറഞ്ഞ് ഇന്ന് മഴ പെയ്യുന്നു. മയിലിന്റെ കഷ്ടകാലത്തിന് അന്ന് മഴ പെയ്തില്ല. എന്നിട്ട് പുള്ളി ആ ദേഷ്യത്തിന് ഒരു ഡ്രിമ്മർ എടുത്തോണ്ട് ചെന്ന് മയിലിനെ അങ്ങ് മൊട്ടയടിപ്പിച്ചു. മയില് കൊളക്കോഴികളുടെ കൂടെയുണ്ട്. ഇത് മയിലാന്ന് വേറെ ഏതെങ്കിലും മയിലിനോട് പറഞ്ഞിട്ട് അതുകൊണ്ട് പുള്ളി കൊളക്കോഴി. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഈ പ്രശാന്ത് സാറിന് മാനസികമായിട്ട് എന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ടോ? ഈ ഇടയായിട്ട് എനിക്കും അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്. പറ. കഴിഞ്ഞ ദിവസം ഒരു ഒച്ച ഇങ്ങനെ ഇഴങ്ങി പോണ കണ്ട് ഇതിന് സ്പീഡില്ലെന്ന് പറഞ്ഞ് അതിന്റെ ബാക്കിൽ യമഹയുടെ എഞ്ചിൻ സെറ്റ് ചെയ്ത് 2 പാമ്പുകൾ ഇങ്ങനെ ഇണചേർന്നോണ്ടിരിക്കുമ്പോ വീഡിയോ എടുത്ത് നിന്നെയൊക്കെ മീറ്റപ്പെടുത്തുമെന്ന് പറയാ. അങ്ങനെയുള്ള കുൽസിതങ്ങളാണ്. ആന അല്ല മെമ്പറെ, ചോദിക്കാൻ മറന്നു. മെമ്പറിന്റെ കഴുത്തിന് ഇതെന്നാ പറ്റി? അതെന്നാ സംഭവം എന്നറിയാവോ? കരടി കൊണ്ട് സൂക്ഷിക്കാന്നുള്ള ബോർഡ് വെക്കാൻ വേണ്ടി കാട്ടിലൊന്ന് കേറിയതാ. ആണോ? തിരിഞ്ഞു നോക്കിയപ്പോ പിന്നിൽ കരടി. ആണല്ലേ? അയ്യോ, ടെൻഷൻ ആവുമല്ലോ. എന്റെ കഴുത്തിൽ ബെൽറ്റ് കയറിയ സാർ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? തന്റെ കഴുത്തിൽ ബെൽറ്റ് കയറിയാനല്ലടോ. ഈ ആന ഇങ്ങനെ കിടക്കണ കണ്ടിട്ട് ഇടോ, തനിക്കൊരു കാര്യം അറിയോ? ഇനി പാപ്പാൻ വന്ന് ഈ ആനേനെ കരക്കിയേറ്റാതെ എനിക്ക് മനസ്സമാനം ഇല്ല. സാറിന് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഈ പണി വിട്ട സാറിന് വേറെ എന്തെങ്കിലും പണിക്ക് പോയാ പോരെ? ഞാൻ ഇതിന് മുമ്പ് ഫയർഫോഴ്സിലായിരുന്നു. ഫയർഫോഴ്സ്? ഈ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോ മറ്റേ തീയെ കണക്കാൻ പോകുന്ന ആൾക്കാരല്ലേ? ഇവര് തീ അണക്കത്തില്ല. ഇവര് തീ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പട്ടം പറത്തി കിടക്കും. ഇങ്ങനെ തീ അണക്കുന്ന ആൾക്കാർ എനിക്കറിയാം. അങ്ങനെ തീ അണച്ച് ഒരു തീ അണച്ചതിന് എന്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. സാർ ഏത് തീ അണച്ചത്? അപ്പൂപ്പന്റെ ചിത. ആളിക്കത്തണ കണ്ടപ്പോ അങ്ങനെ ഒരു മെന്റാലിറ്റി. അതൊക്കെ പോട്ട് ഈ അപ്പൂപ്പൻ എങ്ങനെയാ മരിച്ചത്? സംശയം മൂത്ത് മരിച്ചുപോയി. സംശയം മൂത്താലൊക്കെ ആൾക്കാർ മരിച്ചു. എന്റെ അപ്പൂപ്പൻ മരിച്ചില്ലേ? എങ്ങനെ? പുള്ളി ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ നടന്നു പോയിരുന്നു. അപ്പോൾ ലൈംഗമ്പിയിൽ ഒരു കാക്ക ഇരിക്കുന്നു, ഷോക്ക് അടിക്കുന്നില്ല. പുള്ളിക്ക് സംശയം. ചെന്ന് ലൈംഗമ്പി കയറി കൊടുത്ത് എന്നിട്ട് കാക്ക കൽഫാ ഫ്രൈ കിട്ടിയ എന്റെ സന്തോഷം, ഞങ്ങൾക്ക് അപ്പൂപ്പൻ ചത്തന്റെ സങ്കടം. അൽഫാമിന്റെ കഥ പറയാതെ ആനയെ കരക്കേറ്റ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഞാൻ നോക്കത്തില്ല. കണ്ടോ ഉദയസൂര്യന്റെ ടാറ്റു? ഇന്നലെ
കുളത്തിലൊരു മുള്ളമ്പന്നി വീണപ്പോ അതിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടിയതാ. ഉള്ള മുള്ളൊക്കെ കുത്തി തന്നെ. ഇപ്പൊ ഇതിനകത്ത് കൂടി വെള്ളം പോകുമ്പോ ഷെവറിന്ന് പോണം. ഷെവറിന്ന്. അതുകൊണ്ട് ഞാൻ രക്ഷിക്കത്തില്ല. കുഴൽ മേളം പമ്പക്കൊട്ടു താളം തമ്പൂരാൻ കണ്ണാടി മുടി. ആരാ? ഞാൻ പ്രായിക്കര പാപ്പാന്റെ അരുമ ശിഷ്യൻ പ്രായിക്കര പാപ്പി. എന്നാ നിങ്ങൾ വന്നതിന്റെ സന്തോഷം. ഈ ചെണ്ടമേളം കരകാട്ടം ഒന്നും ഇല്ലേ? ഇല്ലടാ, 3 പേര് കളിക്കണ സ്കിറ്റിൽ നിനക്ക് തായമ്പം കൂടി കൊണ്ടുതരാം. മിസ്റ്റർ പാപ്പി, സതീശൻ ആറ്റിച്ചാടി. എന്നിട്ട് ഇതുവരെ കരക്കേറിയില്ലേ? അയ്യോ, അതല്ല പറഞ്ഞേ. എന്റെ വീട്ടുകാരാ പറഞ്ഞ സതീശൻ ആറ്റിച്ചാടി. ഓ, സതീശൻ ആറ്റിച്ചാടി. ഈ സതീശൻ ആറ്റിച്ചാടി ഭയങ്കര കൊതിയനാണല്ലോ. അല്ല, ക്രീമണ്ണ പെടലി ഇട്ടേക്കുന്നു. അയ്യോ, ക്രീമണ്ണല്ല. ഈ സതീശൻ ആറ്റിച്ചാടിയുടെ കയ്യിലെന്നെ ഒരു നൂല്? പശുവിന്റെ വാല. അതെന്തിനാ? പേടി മാറാൻ. പൊട്ട പേടി മാറാനായിട്ട് പശുവിന്റെ വാലാണോ കൈ കെട്ടുന്നത്? ആനയുടെ വാലല്ലേ കൈ കെട്ടുന്നത്? എനിക്ക് അത്ര വലിയ പേടിയില്ല, ഇച്ചിരി കുഞ്ഞിപ്പോന്ന പേടിയാ. ഓ, അതങ്ങനെ അങ്ങ് തീർന്നു കൊടുത്തത്. ഈ തലക്ക് സ്ഥിരതയില്ലാത്തമാരോട് സംസാരിച്ചിരിക്കാണ്ടിങ്ങനെ വന്നേ. ഫോറസ്റ്റ് കാടാ. പിന്നെ ഫോറസ്റ്റ് കാടാണെന്ന് താൻ പറഞ്ഞു വേണോ? എനിക്കറിയാം. അയ്യോ, അതല്ല പറഞ്ഞത്. ഞാൻ ഫോറസ്റ്റ് കാടാ. പി ശിശുപാലൻ. ഓ, പി ശിശുപാലൻ. മടി വെച്ച് കൊഞ്ചിക്കാൻ തോന്നുന്ന പേര്. ഔട്ടിങ്. ആ കുഴിയിൽ ആരാ കിടക്കണേ നോക്ക്. നോക്കാലോ. ദേവനാരാ? സുഭാഷേ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? എവിടെ കുഴി കണ്ടാലും എന്റെ ഫസ്റ്റ് ഡയലോഗ് ഇതായിരിക്കും. അതെ, നമുക്കേ തൃസന്ധിക്ക് മുമ്പ് ഈ ആനയെ കരക്കി കെട്ടണം. അതിനടാ, ആനയ്ക്ക് വൈകുന്നേരം കാവിൽ പോയി വിളക്ക് കത്തിക്കാനുണ്ടോ? ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, പിന്നെ അവൻ ഓരോന്ന് ചോദിക്കുന്നത്. ഈ ആനയെ കരക്ക് കയറ്റണമെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഹുങ്കി ആനയെ കൊണ്ടുവരണം. അതെന്താ, കേരളത്തിലെ ആനകൾക്ക് കുണ്ടിയില്ലേ? ഇല്ലേ, സത്യമായിട്ടില്ലേ? ഇതല്ലേ ഈ പറയുന്നത്? അവൻ ചോദിച്ചാൽ എന്താണ് തെറ്റ്? കേരളത്തിൽ എത്ര നല്ല കുണ്ടിയുള്ള ആനയുണ്ട്. തനിക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെ വരില്ല. എന്റെ പൊന്നു സാറേ, തുടക്കം തൊട്ട് എനിക്ക് സംശയമുണ്ട്. ഇവ ശരിക്കും പാപ്പ? ഞാൻ ശരിക്കും പാപ്പാനൊന്നും. എടാ, എന്റെ ചേട്ടനെ പറ്റി നീ കേട്ടിട്ടില്ലേ? ഇല്ല. എന്റെ ചേട്ടൻ വലിയ കൊടികുട്ടിയ പാപ്പാനല്ലേ? പിന്നെ ആനയുടെ കൂടെ നടക്കുക, രാത്രി കടന്ന് ഉറങ്ങുന്നത് വരെ ആനയുടെ ദേഹത്ത് കാലിട്ടോണ്ടാ ചേട്ടൻ കിടന്ന് ഉറങ്ങുന്നേ. ഒരു ദിവസം രാത്രി അമ്മയുടെ ഫോണിലൊരു ഫോൺ കോൾ. ചേട്ടൻ മരിച്ചു പോയത്. എങ്ങനെ? അന്ന് കാലിട്ടുറങ്ങിയത് ചേട്ടനല്ലായിരുന്നു, ആനയാണ്. കൃതാവിന്ന് മീശ വന്നവനെ എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിന്നെയൊക്കെ നറുക്കിട്ടാണോ പാപ്പന്മാരേക്ക്? ഞാൻ വല്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ജഡ്ജ്മെന്റിൽ പറയും. ഇല്ലാതെ ഞാൻ വല്ലൊക്കെ വിളിച്ചു പറഞ്ഞു. എന്ത് ഇവിടെ കിടന്ന് തുള്ളാണ്ട് ആനയെ പോയി നോക്കാം. അത് നോക്കാം. ഇതിന്റെ ചൂടാവുന്ന കാര്യം. അയ്യോ, മോശം പറയരുതല്ലോ. നല്ല തലയെടുപ്പുള്ള ആന. ഇവിടെ കണ ആന എന്നെ തലകുത്തിയാ കിടക്കണം. അപ്പൊ വാലായിരുന്ന സോറി, ക്ഷമിക്കണം. അയ്യോ, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. കൺഗ്രാജുലേഷൻ. താങ്ക് യു. ആന പ്രസവിച്ചിരിക്കുന്നു. അനന്ത് എനിക്ക് കൺഗ്രാജുലേഷൻ. അറിയാൻ പാടില്ല. ഇവിടെ കൊമ്പനാനെ എങ്ങനെയാണ് പ്രസവിക്കണത്? അതാ പറഞ്ഞ എനിക്ക് അറിയാൻ പാടില്ല. അതിനകത്ത് മഞ്ഞ തൊപ്പി വെച്ചൊരു കുട്ടിയാന കിടപ്പുണ്ട്. മഞ്ഞത്തൊപ്പി വെച്ച കുട്ടിയാന ഉണ്ടെന്നേ. ഒരു കറുത്ത ഷൂ ഉണ്ട്. ഈ കുട്ടിയാനക്ക് മീശയുണ്ടോ? ചെറിയ ചെറിയ നരപ്പുണ്ട്. കൺഫേംഡ്. വിജയക്കോട്ടൻ ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരുത്തൻ അവൻ നേരെ വന്ന് ആ കുഴിക്കകത്തേക്ക് ചാടി. ആനക്ക് പേര് കിട്ടോ? പ്രശാന്ത് സാർ. പ്രശാന്ത് സാറേ, പ്രശാന്ത് സാറേ. ബ്ലെൻഡോ, അത് ഉമിനീരൊന്ന് കുടിച്ചിറക്കിയാടാ. പ്രശാന്ത് സാർ ഇങ്ങനെ കുഴിക്കകത്ത് പോയേ? എടാ, ആനയെ പേടിച്ച് ഞാൻ ചാടിയതാ. ഞാൻ വിചാരിച്ചോ ഈ പുല്ലും കൂടെ ചാടുവന്നത്. ഈ പ്രശാന്ത് സാറിനെ കരക്കി കരയണ്ട, സാരമില്ല. പ്രശാന്ത് സാറിനോട് അത്രക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഇന്നലെ ഷർട്ട് മേടിച്ച് OPR എവിടെയാന്ന് അവന് മാത്രം അറിയുള്ളൂ. എന്തേലും ഐഡിയ ഉണ്ടെന്ന് കരക്കി ചേച്ചി. എടാ, ഇത് എന്തേ? നിങ്ങൾ എന്തെങ്കിലും ഒച്ച വെക്കുന്നത്? പ്രശാന്ത് സാർ ഇവിടെ കിടക്കുകയാണ്. പഞ്ചായത്തിലെ മെമ്പർ നിലയ്ക്ക് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. പ്രശാന്ത് സാറേ, മെമ്പർ സതീശൻ ആറ്റിച്ചാടിയാണേ. ആ, പറ മെമ്പറെ. ഈ അവസ്ഥത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാനൊന്ന് ചോദിക്കുക. കേറി വരുമ്പോ എനിക്കൊരു ആനവാൽ കൊണ്ടുതരാം. മോനെ. ഓക്കെ. എന്തുവാ പുള്ളി പറഞ്ഞെന്നറിയില്ല, പക്ഷെ നിന്റെ ചോദ്യത്തിന് പറ്റിയ തെറിയാ വന്നു. പുള്ളി ഒരു മാന്യനായതൊന്ന് ഡ്രിമ്മി അത് പറഞ്ഞെന്ന്. ഈ പ്രശാന്ത് സാറിന് കരക്കറ്റൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തേലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ പറയാനാ? ഞാൻ ആനപ്പാപ്പനാണോ? അല്ലേ? രണ്ടുപേരും എന്നെ തെറി പറയത്തില്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. പറ. ഇത് ഇപ്പോഴാണ് ഇങ്ങോട്ട് നീങ്ങുന്ന. പറ, ഐഡിയ പറ. ഈ ആന കിടക്കുന്ന കുഴിയില്ല, അവിടെ നമ്മൾ മോട്ടറിൽ വെള്ളം നിറച്ച് കുഴി അങ്ങ് നിറയ്ക്കും. ഗുഡ് ഐഡിയ.
ഈ സമയത്ത് ആനയും പ്രശാന്ത് സാർ ബോഡിയായിട്ട് ആനയോടൊപ്പം പൊങ്ങി വരുന്നു. നമ്മൾ ഇടം കൈ കൊണ്ട് ആന എടുക്കുന്നു, വലം കൈ കൊണ്ട് പ്രശാന്ത് സാറിന്റെ എടുക്കുന്നു. നേരെ നമ്മൾ കരയിലേക്ക് കൊണ്ടുവെക്കുന്നു. എങ്ങനെയുണ്ട് പാപ്പാൻ എന്റെ ഐഡിയ? തലയ്ക്കുമീതെ തുലാരാഗം, താഴെ മരുഭൂമി. അവധു ചെയ്യും വേഴാമ്പൽ ഞാൻ നാഗജല. സാറേ ഈ ISA മുദ്രയുള്ള പൊട്ടനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുവോ അതോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണോ? നമ്മൾ ആരും പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഇവിടെ കുറച്ച് ആൾക്കാർ കണ്ടോണ്ടിരിപ്പുണ്ടല്ലോ. ഇത് എന്ത് ചെയ്ത് കഴിഞ്ഞ് ഇവനെ പിടിച്ചോളൂ. പ്രസാദ് സാറിന് ഇത് ഹലോ, എന്തോ? ഞാനിപ്പോ ഇവിടെ സേഫ് ആണ്. ആ, fine. നിന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് എന്നെ കൊല്ലല്ലേടാ. അതന്നെ പ്രസാദ് സാറെ അങ്ങനെ ഒരു ടോക്ക്. അല്ല, എങ്ങനെ വെള്ളം നിറയ്ക്കുമെന്നൊക്കെ എങ്ങനെ പറയുന്നതായിട്ട്. അയ്യോ അത് ഞാനല്ല, മെമ്പർ ആറ്റിച്ചാടി. ആ, അവൻ ആറ്റിച്ചാടിയ എനിക്ക് അത്രയും സന്തോഷം. അത്രയുണ്ട് നിന്റെ കോണം. പ്രശാന്ത് സാറേ, ഒരു കാര്യം ചെയ്യോ? ആ. ഞാനൊരു ഏണി അങ്ങോട്ട് ഇട്ട് ചേർത്ത് കേറി വരാവോ? ഓ, നടക്കുമെന്ന് തോന്നില്ലടാ. അതെന്നാ ഇവിടെ തർക്കം നടക്കുവാ. എന്നാത്തിന്റെ പേരില്? ഞാൻ കേറിയിട്ട് നീ കേറിയാ മതി എന്നാ. ആന കേറിയിട്ട് ഞാൻ കേറിയാ മതി. ശ്ശോ, ഇത് ഒരു നടക്ക് പോവല്ല സാറേ, ഒരു നടക്ക് പോവല്ല. എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ രക്ഷിക്കണോ? തലക്ക് സ്ഥിരതയില്ലാത്തവനാ. ഒരു കാര്യം ചെയ്യ്. ഞാൻ ഈ കയറ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആനയുടെ ദേഹത്തങ്ങ് കെട്ടാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആരിത് വലിച്ചോണ്ട് പോവും. എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണേ? അല്ല, ഇത് എവിടം വരെ പോകുന്നു നോക്കിയതാ. എടോ, ആരെങ്കിലും ആ കിണയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ ഇതിന്റെ അറ്റ ഇവിടെ കെട്ടിയിട്ടില്ലെന്ന്. ഇത് നമ്മൾ പറഞ്ഞ അവൻ കേൾക്കത്തില്ല. അത് രാജമൗലി ഡയറക്ടർ ഒന്ന് കട്ട് പറയണം. എന്നാലേ അവൻ നിക്കത്തുള്ളൂ. അവൻ പോയി. എന്റെ ദൈവമേ, കോള്. ഈശ്വര, പ്രശാന്ത് സാറിന്റെ ഭാര്യ ഒന്ന് എടുക്കുവോ? പുള്ളിക്കാരിക്ക് നല്ല വെയിറ്റ് കാണും. ചേച്ചിയേ. ഓ, ഏ? ആ. ശിശു, എന്താ? അണ്ണനുണ്ടാ? അണ്ണാ മരത്തേല്. അണ്ണാ മരത്തര കാര്യം ചോദിച്ചാ എന്റെ കെട്ടിയോൻ എന്തിയെന്ന്? ചേച്ചിയുടെ കെട്ടവൻ ആനയ്ക്ക് കൂട്ടക്സ് അടിക്കുന്നു. ആനയ്ക്ക് കൂട്ടക്സ് അടിക്കുന്നു. ആ, ഗവൺമെന്റിന്റെ പുതിയ നയം കുഴിനകം വന്ന ആനയെ സംരക്ഷിക്കും. എടാ, നീ അങ്ങനെ ഫോൺ കൊടുത്തേ. എന്നാ എന്റെ സത്യം പറയട്ടെ, ആ. വ്യസന സമേതം ചേച്ചി ഇത് കേൾക്കണം. എന്താടാ? പുള്ളി വാരിക്കുഴി വീണ് കേട്ടോ. അന്ന് അങ്ങനോട് പറഞ്ഞേക്ക്, അങ്ങനോട് ആ കുഴി തന്നെ കിടന്നേക്കാനായിട്ട്. അതെന്നാ? അങ്ങനെ രണ്ടാമത്തെ ഫോൺ ഞാൻ പൊക്കിയടാ. 12 വയസ്സുള്ള മനുഷ്യരാണ്. 14 വയസ്സുള്ള 3-4 പെമ്പിളരുടെ ചാറ്റിങ്ങും ചീറ്റിങ്ങും. എന്റെ ദൈവമേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിക്കും പെൺഡ്രൈവിന്റെ സൗകര്യം. അപ്പൊ ഞാനത് പ്രശാന്ത് സാറിനോടൊന്ന് പറഞ്ഞേക്കാമേ. പ്രശാന്ത് സാറേ. എന്തോ? പ്രശാന്ത് സാറെ, ചേച്ചി വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നേ. ആ. പ്രശാന്ത് സാറിന്റെ രണ്ടാമത്തെ ഫോണും പൊക്കിയെന്ന്. ആഹാ, അടിപൊളി. ആ. എങ്ങനെയാലും പറഞ്ഞോ? പിന്നെ പറഞ്ഞു അവിടെ ചെല്ലുമ്പോഴേക്കും പ്രശാന്ത് സാറിനെ വെട്ടിക്കൂട്ടി അടുപ്പേലാക്കുമെന്ന്. ആണോ? ആ, അതെ. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യടാ. എന്നാ പ്രശാന്ത് സാറേ? ഈ ആനേനെ എങ്ങനെയെങ്കിലും ഒന്ന് കരക്കി കയറ്റിട്ട് ആ. അടുത്ത മഴയ്ക്ക് മുമ്പ് നിങ്ങൾ വീട്ടിൽ പോ. അതെന്നാ സാർ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞേ? എനിക്ക് വയ്യടാ ഇഞ്ചിച്ചായിട്ട് മരിക്കാൻ. അതുകൊണ്ട് എനിക്ക് ഇവിടാണ് ഇപ്പോ സേഫ്. പ്രശാന്ത് സാറേ,